ഹലോ പറഞ്ഞോ. രാവിലെ സൺകിസ്റ്റ് അതാണ് സൺകിസ്റ്റ്. അപ്പം മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി ഗുരുവായൂർ പോകുന്ന കുറച്ച് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, വീട്ടുകാരുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മളിപ്പം നിൽക്കുന്നു. അവരിപ്പോ പക്ഷെ ഒരു പണി കിട്ടി. ഇവൻ പെട്ടെന്നായിരുന്നു ജയിത്തിനെ വിളിച്ച. സർപ്രൈസ് പ്ലാനിങ് ഒന്നുമില്ല. ജനറൽ ടിക്കറ്റ്. നീ ഇപ്പൊ ടിറ്റിആറെ കണ്ടിട്ട് ടിക്കറ്റ് മാറ്റണം. ഇല്ലല്ലോ, എന്നെ ജനറലിൽ തന്നെ നീ എല്ലാവരും കാര്യം ചെയ്യണം. നീ ഉണ്ടല്ലേ ജനറലിൽ ഇരുന്ന് ഒറ്റയ്ക്ക് അങ്ങ് വാ. നിങ്ങള് സ്ലീപ്പറിലൊക്കെ ഇരുന്ന് അങ്ങ് വരാം. ഞാനും അതാ പറഞ്ഞ. ഞാൻ നേരത്തെ പറഞ്ഞു ടിറ്റിആറിന് അങ്ങനെ ടിക്കറ്റ് മാറ്റാൻ പറ്റുമെന്ന് തോന്നാം. പറ്റത്തില്ലേ ജനറലിൽ യാത്ര ചെയ്യാം. അല്ല, ഞാനും വരാം ജനറലിൽ. ഏത് മൂഡ്. അപ്പം ബാക്കി ഗുരുവായൂർ ചെന്നിട്ടുള്ള ബാക്കി നമുക്ക് ട്രെയിനിൽ പോകുന്ന വീട്ടുകാർ വരുമ്പോ അവരുമായിട്ടുള്ള കുറച്ച് അതാണ് ഏതാണ് എവിടെ പോകുന്ന ഒരു ഹായ് പറ. നമ്മളെവിടെയാ പോകുന്ന? സെറ്റല്ലേ? ട്രെയിൻ വന്നിരിക്കാൻ. ട്രെയിൻ വന്നു. ട്രെയിൻ വന്നു ഗൈസ്. അപ്പം നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ. നമ്മൾ S4-ലാണ് പോണ്ട. S4 എത്തി. മതി, നോക്കിയൊക്കെ കയറണം കേട്ടാ. ആലപ്പുഴ വഴി ട്രെയിനിൽ കയറിയിട്ട് പറഞ്ഞാൽ പോരെ. നിന്നെ മിക്കാറും ടിറ്റിആർ പൊക്കിക്കൊണ്ട് പോകും ചെയ്തേ. എൻ്റെ ഒപ്പം വന്നല്ലേ ഏട്ടാ. എനിക്കറിയത്തില്ല നിന്നെ. വന്ന സ്ലീപ്പറിലൊക്കെ വന്നിരിക്കുക. ഡേയ്, എന്ത് സ്ലീപ്പറിലൊക്കെ ടിക്കറ്റ് ഉണ്ടോ? സ്ലീപ്പർ അല്ല, ഇപ്പൊ കൊണ്ടുകൂടെ ചെയ്തേ. നിന്നെ ഇപ്പൊ കൊണ്ടുപോകും. എന്തോ ചെയ്യും? എന്നെ അറസ്റ്റ് ചെയ്തുള്ള സാറെന്ന് കാണിച്ചു. ഹായ്, ഉറക്കമായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി എന്താണെന്നറിയാവോ? നമ്മളിവിടുന്ന് ബസ്സിലല്ലേ അച്ഛനെ ബസ്സിൽ 1 മണിക്കൂറുണ്ട്. അല്ല, ഗുരുവായൂർ അന്ന് ഇവിടെ ആയിരുന്നു. മൊത്തം ഇവിടെ ആയിരുന്നു. ചേച്ചി രണ്ടോട്ടോ. എന്ത് ബസ് സ്റ്റാൻഡ്? ആ സ്ഥലത്തിന് വരുമ്പോൾ ശക്തം ബസ് സ്റ്റാൻഡ്. ഓക്കെ. മൈക്കില്ല.
ഹലോ ഗൈസ്, നമ്മളിപ്പം ശക്തിമാൻ ശക്തിമാൻ അല്ല, ശക്തൻ ബസ് സ്റ്റാൻഡ്. ശക്തൻ ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ. ശക്തൻ ബസ് സ്റ്റാൻഡ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പം കുറെ പേരൊക്കെ വന്ന് നമുക്ക് ലേസ് ഒക്കെ കൊണ്ടു തന്നു. സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് നമുക്ക് ലേസ് ഒക്കെ കൊണ്ടു തന്നെ. ഞങ്ങൾ ലേസ് ഒക്കെ കഴിച്ചു, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു കോളിലായിരുന്നു. അപ്പം എല്ലാതും കാണിക്കായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഇന്ന് ബസ് കയറി ഗുരുവായൂർ പോകണം. അതാണ് അടുത്ത പരിപാടി. ഹലോ, കഴിക്കണ്ടേ? കേക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയാം, കഴിക്കാണോ? ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നടക്കാം. അതാണ്. അപ്പം ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. അപ്പം ഓക്കെ. എന്ത് മൈദ? പൊറോട്ട. അവരെല്ലാരും പൊറോട്ട. നമ്മൾ മസാല ദോശ. മസാല ദോശ. ബൂസ്റ്റാ? എനിക്കൊന്നും വേണ്ട ബൂസ്റ്റ്. അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗോമതി? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഫുഡല്ല, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഹോ, ഉഗ്രൻ സാധനം. ജജിത്ത്. ഈ കളികൾ ബസ്സിൽ നമ്മൾ ട്രെയിനിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി ബസ്സിൽ. ഈ ട്രെയിനിൽ സുഖകരമായി കിടന്നുറങ്ങി നമ്മൾ ഇനി കുലുങ്ങി ലഗേജ് ഒക്കെ വെച്ച് സെറ്റായി. പക്ഷെ നമ്മളെ കൂടെ വന്നവരെല്ലാം സ്പ്ലിറ്റ് ആയിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. പക്ഷെ അവിടെ അപ്പുറത്ത് വലിയ ഉണ്ട്. അപ്പം ഗുരുവായൂർ ചെന്നിട്ട് കാണാം. ഫോണിൽ ചാർജ് ഇല്ലാതെ, അതാണ് പ്രശ്നം. ആര് പറഞ്ഞു എൻ്റെ അടുത്ത് ബുക്ക് പഠിക്കാൻ? ആര് പറഞ്ഞു എൻ്റെ അടുത്ത് ചെയ്യാൻ? അപ്പം ഗുരുവായൂർ കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി ഗുരുവായൂരെത്തി. റീച്ച്ഡ് ഗുരുവായൂർ. അതെ. നമ്മൾ ഗുരുവായൂരെത്തി. ഇനി നമ്മൾ പോയി റൂം എടുക്കണം, ബാഗ് വെക്കണം, ലഗേജ് ഒക്കെ അമ്പലത്തിൽ കയറാനൊക്കെ മാറി ഓട്ടോ അതൊക്കെ പൊക്കും. നമ്മൾ കുളിച്ച് എല്ലാം ഒരുങ്ങി നമ്മൾ നേരെ അമ്പലത്തിൽ പോകണം. പാസ് സെറ്റ് ചെയ്യണം. അതിന് പാസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂം? ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ഞാനും നമ്മുടെ ജയിജിത്തുമായിട്ട് ഫാമിലി ഞങ്ങളെല്ലാവരും ബാക്കി എല്ലാവരും കുളിക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കുന്നു. ഞങ്ങളുടെ അമ്പലത്തിൽ പാസിൻ്റെ കാര്യം സെറ്റ് ചെയ്യണം. പാസിൻ്റെ കാര്യം ശരിയാക്കണം. ഇപ്പോൾ ബാക്കി അങ്ങോട്ട് പോകുന്നേ. ഓക്കെ, ഫസ്റ്റ് കോസ്റ്റ്യൂം നോക്കട്ടെ. റൈഡായിട്ടില്ല. എന്താ ജയിത്തിന് നോക്കൂ. കുളിച്ചപ്പോ സെറ്റ് ആയില്ല. അതൊക്കെ പോയി ക്ഷീണമായിരുന്നു. ട്രാവൽ ചെയ്ത് അവശതയായിരുന്നു. കിടക്കണമെന്ന് വേണ്ടിയായിരുന്നു. കുളിച്ചപ്പോ എല്ലാം സെറ്റ് ആയി. ആൾക്കാരൊക്കെ ഹലോ. ഇപ്പം ബാക്കി കല അവരെ ഫോക്കസ് ചെയ്യല്ലേ അടി. പന്തോടെ അടിയൊക്കെ കാണിച്ചു. മുട്ടായി കൊണ്ട് കേട്ടോ. മുട്ടായി വീഡിയോ രാഹുൽ പാസിൻ്റെ കാര്യം ചോദിക്കാൻ പോയി. എന്നെ ഇവിടെ പുറത്തെടുത്തി. ഫോണൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഫോണൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ട് പോയി. അപ്പം ഞാൻ പോസ്റ്റാണ്. അവരെ കാണുന്നില്ല. അവർ രണ്ടുപേരും എവിടെ പോയി. അവിടെ കുറേ നേരമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. അതിനില്ല എൻ്റെ കൂടെ. ഞാൻ പെട്ടു.
ഞാൻ പെട്ടു ഗൈസ്. ശേഷം രാഹുൽ ദാസ് ഇനി നമ്മൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കാണാം. ഫോണകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഫോണകത്ത് വയ്ക്കുക. അപ്പം തിരിച്ചിറങ്ങുമ്പം കാണാം. നിനക്കാ കുടിക്കുവാണോ? പഴംപൊരി ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ് പായസം. നെയ് പായസം രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടോ? അൺബോക്സ് ചെയ്തു. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഹലോ ഗൈസ്, വീണ്ടും തിരിച്ചെത്തി. കുറച്ച് സാധനങ്ങൾ മിസ്സായില്ലേ? അതെ, ഞാനിവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പോയായിരുന്നു. നമ്മൾ കുറച്ച് വീഡിയോ കാര്യങ്ങളെല്ലാം മിസ്സായി. എൻ്റെ ചെരുപ്പൊക്കെ ഇവിടെ കളഞ്ഞു പോയി. ആരും എടുത്തോണ്ടൊക്കെ പോയി. എൻ്റെ ചെരുപ്പ് പുതിയ ചെരുപ്പായിരുന്നു. 1 മാസം പോലെ ആകാത്ത പുതിയ ചെരുപ്പ് പോയി. അഡിദാസിൽ കിട്ടിയ ഒരു ചെരുപ്പ്. അത് നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവനെ കുറ്റം പറയാൻ പറ്റും. എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു ചെരുപ്പ് ഇടണ്ട, കൊണ്ടുപോകും. ഇന്നലെ ജിമ്മിൽ പോയിട്ട് ലെഗായിരുന്നു, ഒരു രക്ഷയില്ലാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് റൂമിലോട്ട് പോയി. ഇവരിവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവരെ തപ്പി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിക്കാനൊക്കെ ആയിട്ട് വന്നു. ഇവിടുത്തെ എന്തൊരു സംഭവം ശിവയാണ്. എനിക്ക് അറിഞ്ഞൂടാ. ശിവകാരി ഗോവ. അങ്ങനെ ആ സംഭവത്തിന് ഞങ്ങള് ഫോണൊക്കെ ലോക്കർ റൂമിൽ വെച്ചിട്ട് അകത്ത് നിന്നപ്പം അകത്ത് ചെല്ലേ ഡ്രസ്സൊക്കെ മാറിയപ്പോഴേ പാൻറ്റൊക്കെ ഇട്ടും പാൻറ്റ് അലൗഡല്ല. പാൻറ് ലോക്കറിന് 30 രൂപ കൊടുത്ത് പ്രശ്നങ്ങളാണ്, മൊത്തം പ്രശ്നങ്ങളാണ്. ലോക്കറിൽ 30 രൂപ എടുത്ത് വെച്ചിട്ട് 5 മിനിറ്റ് പോലും വെച്ചില്ല. ചെന്നപ്പോഴത്തേക്കും പാൻറ് അലൗഡല്ല. ഓക്കെ, നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു. അതാ ശരി എന്നാ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. ഒരു വൈബ്, പോസിറ്റീവ് വൈബാ. ഭയങ്കര പോസിറ്റീവ് വൈബാ. നീ ചെയ്യുന്ന മണ്ടത്തരത്തിന് ഞാൻ ചെരുപ്പ് പോയി, ഞങ്ങൾക്ക് കാല് വയ്യേട്ടാ ചെരുപ്പിടാതെ. അതുമല്ല ഈ നമ്മൾ ഇവിടെ മൊത്തം ഇല്ല ടൈൽസിൽ കൂടെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ വേന വരും, സ്വാഭാവികം. അല്ല, നമുക്ക് അല്ലാണ്ട് ലെഗ് അടിക്കേണ്ട ഒരു പെയിനും കാര്യം അങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവർ ഇറങ്ങുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പം ഇറങ്ങുന്ന പറഞ്ഞാൽ എന്നിട്ട് ഫുഡ് 5-10 മിനിറ്റും കൂടെ ഉള്ളു. ഇവിടെ ലേറ്റ് ഉണ്ടോ? ഇപ്പോഴല്ലേ എന്നെ കാണുന്നത്. അപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അവർ വന്നിട്ട് കാണാം. കണ്ണൂട്ടി പൂജയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൂജ അവര് നടത്തുക. പൂജ കണ്ടിട്ട് എന്തോ തോന്നി? എന്തോ ദൈവത്തിന്റെ അവിടെ പ്രാർത്ഥിച്ചോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞ, പിന്നെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ, എല്ലാം പറഞ്ഞു. സന്തോഷമായപ്പോ ഹാപ്പി അല്ലേ? നമ്മൾ കഴിക്കാൻ വന്നു ഗൈസ്, നമ്മൾ കഴിക്കാനൊക്കെ വന്നു. ബട്ട് ഇവിടെ സ്ഥലമില്ല, നമ്മൾ നിൽക്കുക, നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ടേബിൾ ഒഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കാൻ കയറുന്നതാണ്. കഴിക്കാൻ പറ്റത്തുള്ളൂ. തന്നെ ഉടനെ ഒഴിയുന്നതായിരിക്കും. കുറച്ചൊക്കെ ഇരുന്ന് നമ്മള് 3 നേരം കൂടെ ഇരുന്നാൽ മതി. ഞങ്ങള് 3 നേരം വെയിറ്റിംഗ്. ആയി. ഓക്കെ, ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഗൈസ്. സീറ്റ് കിട്ടിന്റെ സന്തോഷം കേൾക്കുന്നുണ്ടോ? ഹലോ, അങ്ങനെ ഇരിക്കാൻ സീറ്റ് കിട്ടിയിരിക്കുന്നു. മസാല ദോശയാണോ കഴിക്കുന്നത്? വെജിറ്റേറിയൻ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ട്?
ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ നല്ല ഫുഡ് കഴിച്ച് അവിടെ വെച്ചിട്ട് വീഡിയോ എൻഡായി. ക്ഷീണമൊക്കെ ആയിരുന്നു. എൻ്റെ ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു. അപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടുന്ന് ഇറങ്ങി, ഗുരുവായൂരിൽ ഇറങ്ങി. ഇനി അടുത്ത തൃശ്ശൂരോട്ട് അവിടെ മറ്റേ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറുക, നമ്മൾ എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുക പരിപാടി. അപ്പം നമുക്ക് ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ പോകണം. അപ്പം 6:50 ട്രെയിനായി. ഇപ്പം തന്നെ അമ്മയായി. നമുക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. ഹലോ, ട്രെയിനിലൊക്കെ കയറി നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് ട്രെയിൻ കിട്ടി. ട്രെയിൻ കയറാൻ വന്നേക്കെ പാളമൊക്കെ ചാടി ഇറങ്ങി ട്രെയിൻ എടുക്കും. ചാമയൊക്കെ ചാടി ഇറങ്ങി. പിന്നെ അല്ല, ഇപ്പം തൃശ്ശൂർ പോകാൻ അവിടെ തമ്പത്തി കയറാം. 10:45 തിരിച്ച് റിട്ടേൺ ട്രെയിൻ ഉണ്ട് കൊല്ലത്തോട്ട്. അതുപോലെ നമ്മുടെ ബ്ലോക്ക് കൂടെ വെച്ചിട്ട് അവസാനിക്കുന്നതാണ്. ട്രെയിൻ കയറുമ്പോൾ നിർത്തിയാലും നമുക്ക് ബ്ലോക്ക് അല്ല ഇല്ല, അവിടെ കൊല്ലത്ത് ചെന്നിട്ട് നിർത്താം. കൊല്ലത്ത് നിന്നിട്ട് ഔട്ടർ എടുക്കണം. കൊല്ലത്ത് നിന്നിട്ട് ഔട്ടർ എടുക്കാം. അതിന് അവിടെ പോകുന്ന എടുക്കണ്ടേ, വടക്കുന്നാഥ് അവിടെയും പോകുന്ന അവിടെ എടുക്കണം. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗഡിയെ, എന്തിട്ടാ ഗഡിയെ? അങ്ങ് തൃശ്ശൂര് ടൗണിൽ വന്നിറങ്ങി. എന്തുണ്ട് എന്തുണ്ട്? ബാക്ക് ടു കൊല്ലംകോട്, ബാക്ക് ടു കൊല്ലംകോട്. എന്തുട്ടാ ഗൈസ്? ഗഡിയോ? കൂട്ടുകാരാ, സുഹൃത്തെ. എന്താണ് പോകുമ്പോൾ തലേ കാക്കയൊക്കെ തുഴുന്നിട്ടല്ലേ? എവിടെ? ഹലോ ഗൈസ്, ഞങ്ങൾ രണ്ടൊരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവരെന്ത് പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയപ്പം കിട്ടി. ഉണ്ണിയപ്പൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അവരിപ്പോൾ ഇറങ്ങി. ആള് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി നിന്നപ്പോൾ എന്തുണ്ട്? എന്തൊക്കെയാ ഇത്? കുറെ സാധനങ്ങളുണ്ട്. എല്ലാം കൂടെ എന്റെ എല്ലാം നീ എന്തൊക്കെ വേണമെന്നില്ല എനിക്ക് അറിയണ്ട. എല്ലാം നീ നോക്കി എന്തൊക്കെയാന്ന് കണ്ടുപിടിച്ചോ. ഇതെല്ലാം ഒരേ സാധനമാണ്. ഇത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഇത് ഞാൻ കഴിച്ചു. മറ്റേ സാധനം എന്റെ തലയായിരിക്കും. എന്റെ ബാഗൊക്കെ എടുക്കണ്ടേ? വീട്ടിൽ കൊണ്ടുപോകണം. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതൊന്നും നമ്മൾ കഴിച്ചല്ല കേട്ടോ, നമ്മൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും ഉണ്ട്. അപ്പുറത്ത് നമ്മളൊക്കെ ഫുഡ് വന്നില്ല. ഫുഡ് തരാൻ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇരുന്നല്ലേ ഉള്ളൂ. കഴിക്കണം. എന്തോ കഴിക്കാൻ പോകുന്നത്? ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് അറിയത്തില്ല. ഓർഡർ ചെയ്തിട്ട് പറയാം. ഓർഡർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് എൻ്റെ അറിവ്, എന്താ കഴിക്കുന്നതെന്ന്. ഉറപ്പായിട്ടും തീർച്ചയായും. അപ്പം ഫുഡ് വന്ന് എന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഉപ്പുണ്ടോ? പൊറോട്ട എന്തോ പറഞ്ഞ കഴിക്കാനായിട്ട് അപ്പം. ഇവനും അപ്പം പറഞ്ഞിട്ട് അപ്പം കിട്ടിയില്ല, എനിക്ക് മാത്രം അപ്പം കിട്ടി. തീർന്നു അപ്പം. പച്ചലിവട, പൊറോട്ട, മീൻകറി. പൊറോട്ട കറി എങ്ങനെയുണ്ട്? സൂപ്പർ. ചിക്കൻ കറി, പൊറോട്ട. ബാക്കി ഇനി കഴിച്ചിട്ട് കൊല്ലത്ത് എന്നിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. അതാണ് അതെ, ഞങ്ങൾ ഇപ്പം നേരെ കൊല്ലത്തോട്ട് പൊക്കോണ്ടിരിക്കുന്നു. പോയിട്ട് നമ്മളൊരു സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സുമതി വളവ് പടത്തിനാണ് രാത്രി. അത് എന്നിട്ട് ഇന്ന് മൊത്തം റെസ്റ്റ് ഇല്ലാത്ത ഡേ ആണ്, 2 ദിവസമായിട്ട്. ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ വീഡിയോ ആണ്. ഇന്നലത്തെയും 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പം അത്യാവശ്യം കുറച്ച് ലെങ്ത് കാണുമായിരിക്കും അല്ലേ വീഡിയോക്ക്?
ലെങ്ത് ഉണ്ട് എന്താണോ രണ്ടാക്കി വേണോ രണ്ടാക്കി നമുക്ക് ഒറ്റ ഇതാക്കിയെങ്കിടാ. സിനിമയുടെ സെപ്പറേറ്റ് ഇട്ടല്ലേ റിവ്യൂ എന്ന് പറഞ്ഞു. റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുമോ അതിന്? ചെയ്തു നോക്കാം. നമുക്ക് നമ്മള് റിവ്യൂ പറയാൻ നമ്മൾ റിവ്യൂ എങ്കിൽ നമ്മള് കണ്ടതിന്റെ ഒരു അഭിപ്രായം, നമ്മുടെ ഒരു അഭിപ്രായം നമുക്ക് വീഡിയോ കൂടെ പറയാം കണ്ടു കഴിഞ്ഞിട്ട് വൈകിട്ട്. അപ്പൊ നമ്മള് കൊല്ലത്തൊക്കെ എത്തിയിട്ട് നമുക്ക് കാണാം. നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, ഒന്ന് കടന്നുറങ്ങണം. ഇത്ര നേരം ഉറക്കമായിരുന്നു, വിളിച്ചെഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തിയതാ, വേറെ എവിടേക്കോ പോയി ഇരിക്കുവായിരുന്നു. അപ്പം അതാണ് ഇനിയിപ്പം അവിടെ ചെല്ലുക, ഉറങ്ങട്ടെ കിടന്നു അല്ലേ, നല്ല ക്ഷീണമുണ്ട്. അപ്പം കൊല്ലത്തെത്തിയിട്ട് കാണാം. ബൈ. ഹലോ ഗായ്സ്. അപ്പം നമ്മുടെ 2 ദിവസത്തെ വലിയൊരു നീണ്ട തീർത്ഥാടന യാത്ര അവസാനിച്ചു, ഒരു സിനിമയിലൂടെ അവസാനിച്ചു. അതാണ് ഫോണിൽ ചാർജ് ഒന്നും ഇല്ലായിരുന്നു, കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നേരെ വന്ന് കുളിച്ച് ഒരുങ്ങി ഡ്രസ് സിനിമയ്ക്ക് പോയി. ഇത്ര ഉള്ളായിരുന്നു വീഡിയോ, ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. അപ്പം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.